തുടങ്ങാമോ? ഒന്നും വേണ്ട. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ച് നേരത്തേക്ക്, ഒരല്പം നേരത്തേക്ക്, ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് ഒരാത്മനിയന്ത്രണം പാലിക്കാൻ ഒരപേക്ഷയുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അത് തന്നെ കുഴപ്പം. ഇത് തന്നെയാണ് കുഴപ്പം. ശബ്ദിക്കുന്നവർ ഇപ്പൊ സംസാരിക്കുന്നവർ പുറത്തു പോയി സംസാരിക്കും. മൊബൈലുകളും സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യും. അല്ലെ സൈലന്റ്. എന്തിനാന്ന് വെച്ചാല് ഈ പ്രശ്നം വയ്ക്കാനൊരു ഉദ്ദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ഔത്സുക്യത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാവർക്കും താല്പര്യമുണ്ട്. ധാരാളം ജ്യോതിഷികളും അല്ലാത്തവരും സാധാരണക്കാരും എല്ലാവരും നിരക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സാധാരണ പ്രശ്നത്തിലൊക്കെ കാണുന്ന പോലെ ഒരു അരമണിക്കൂറും കഴിയുമ്പോൾ ഓരോരുത്തരങ്ങ് തുടങ്ങും. ഇത് ദയവ് ചെയ്ത് ഇത് വേണം. ചോദ്യം ചോദിക്കാനുള്ള സമയം തരും. ഓരോരുത്തരായിട്ട് ചോദിക്കുക. അകത്ത് ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ള ചർച്ചകൾ വല്ലതും ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോയാവാം. ദയവ് ചെയ്ത് അങ്ങനെയാണ് സഹകരണം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ഒരു ബഹളമായി തീരും. പ്രശ്നത്തിന്റെ ഉദ്ദേശം തന്നെ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ പുരോഗതി, ഭാവി എന്നെല്ലാമാണ് പറഞ്ഞത്. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. എന്താ പറയുന്നത്, നിറഞ്ഞ സദസ്സ് എന്ന് തന്നെ പറയാം. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ അത്രയധികം താല്പര്യമുണ്ട്. ലോകത്തിൽ തന്നെ പ്രസിദ്ധി കേട്ട ഒരു ക്ഷേത്രമാണ്. അതിനാൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ട ഒരു ക്ഷേത്രവും കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇതിൽ താല്പര്യമുണ്ട്, എല്ലാവർക്കും ഇതിൽ ഭക്തിയുണ്ട്, എല്ലാവർക്കും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ക്ഷേത്രത്തിനോട്. അതുകൊണ്ട് എന്തിനാണ് ഈ പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട്. പ്രശ്നം എന്തിനാണ് വയ്ക്കുന്നതെന്നും പ്രശ്നം എന്താണെന്നും കൂടി അറിയണം. പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യം എന്നാണ് അർത്ഥം. ചോദ്യം ചോദിക്കുന്നത് സാധാരണ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. പ്രത്യക്ഷത്തിൽ കാണാവുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രശ്നമൊന്നും വയ്ക്കേണ്ട കാര്യം. പ്രത്യക്ഷമായിട്ട് കാണാത്ത കാര്യങ്ങൾക്ക് പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. അതിലും സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പ്രശ്നമൊന്നും നിത്യപൂജ പോലെയൊന്നും ചെയ്യാറില്ല. ചെയ്യുന്നതിന് ചില ക്ഷേത്രത്തിലൊക്കെ സാധാരണ അങ്ങനെയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുക, നമുക്ക് അല്ലെങ്കിൽ എന്താണ് അഗ്നിബാധ ഉണ്ടാവുക, കള്ളൻ കയറുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം വയ്ക്കുക. അല്ലെങ്കിൽ കലഹം ഉണ്ടാവുക. ഇങ്ങനെയല്ല, ആവശ്യമില്ലാതെ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, നമ്മൾ ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഏതെങ്കിലും ദുർനിമിത്തങ്ങൾ, സാധാരണ ഇപ്പോഴൊക്കെ ആനയെ കൊണ്ട് നടക്കുന്ന സമയത്ത് ആനയൊന്ന് ഇളകി, അല്ലെങ്കിൽ ബിംബം ഒന്ന് താഴെ വീണു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുർനിമിത്തം കാണുകയാണെങ്കിലും അപ്പോൾ പ്രശ്നം വയ്ക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, നമുക്കെന്തോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയല്ല, സംശയമൊന്നുമില്ല. എപ്പോഴും അതേ വരുള്ളൂ. എന്ത് കുഴപ്പമാണ് എന്ന് കണ്ടിട്ട് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം വയ്ക്കാറ്. അങ്ങനെ ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിനെപ്പറ്റി അറിയില്ല, ഈ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടുപിടിച്ച് തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളോട് പോയി ചോദിക്കുന്നു.
ആരോട് ചോദിക്കുന്നോ ആ ആള് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കും. അതാണ് ജ്യോതിഷത്തിന്റെ തത്വം. ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടായിരിക്കും. ചോദ്യത്തിൽ ഉത്തരം എങ്ങനെ ഉണ്ടാവും എന്നൊരു കാര്യമുണ്ട്. അത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വം അതാണ്. ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ നിഗമനങ്ങളും. ജ്യോതിഷത്തിന്റെ അടിത്തറ അതാണ്. ഒരു പ്രത്യേക സമയമുണ്ടാവും. ആ സമയത്തുള്ള ഗ്രഹനില എന്തു പറയുന്നു അതാണ്. അത് സൂചിപ്പിക്കും. ഗ്രഹങ്ങൾക്ക് ഈ രാശികൾക്കെല്ലാം ചില കാരകത്വങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയും. അങ്ങനെ ഈ ചോദ്യം, ഈ പ്രശ്നത്തെ സംബന്ധിക്കുന്ന ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുന്ന സമയത്തിൻ്റെ വിശേഷമാണ് ഈ ഇതിനെ സംബന്ധിക്കുന്ന സകലതും അതിനകത്തുണ്ട് ഉണ്ടാവും. അത് ഒന്നുറപ്പിക്കാനായിട്ടാണ് നമ്മളിന്നിവിടെ ഒരു ചില ആചാരസഹിതം, വാസ്തവം പറഞ്ഞാൽ വെറും ആചാരം മാത്രമേ ഉള്ളൂ, അതിനകത്തെല്ലാം അബദ്ധങ്ങളൊക്കെ ഉണ്ട്. രാശിയെ ആവാഹിക്കുക എന്ന് വെച്ചാൽ എന്താ? ഗ്രഹത്തെ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എന്താ? അർത്ഥമില്ലാത്ത കാര്യം. അത് ആചാരങ്ങൾ. സൂര്യനെ ആവാഹിച്ചുകൊണ്ടെന്ന് സൂര്യനെ ഇവിടെ കൊണ്ടിരുത്തി എന്നല്ലല്ലോ അർത്ഥം. അങ്ങനെ ഒരു സങ്കല്പം ചെയ്തിട്ട് 12 രാശികൾ വരച്ച് അതിൽ ഒരു രാശി, ഇതിനെപ്പറ്റിയൊന്നും വിവരമില്ലാത്തൊരു കുട്ടിയെ കൊണ്ട് രാശി എടുക്കും. മറ്റുള്ള നിമിത്തങ്ങളൊക്കെ നോക്കും. നിമിത്തം ജ്യോതിഷമല്ല. അതുപോലെ ഇങ്ങനെ ചെറിയ ചില എല്ലാ ആചാരങ്ങളാണല്ലോ കൂടുതലും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രാചാരങ്ങൾ പാലിക്കണം. എവിടെ പോകുകയാണെങ്കിലും അവിടുത്തെ ആചാരം പാലിക്കണം. പക്ഷേ ആചാരം ശാസ്ത്രമല്ല, ശാസ്ത്രം ആചാരമാവില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചോദിച്ച സമയത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ജ്യോതിഷം എത്രത്തോളം ശരിയായ ശാസ്ത്രമാണെന്നും അതിൻ്റെ കൂടുതലൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചോദ്യം ചോദിക്കപ്പെടുന്നത് ഏപ്രിൽ 9-ാം തീയതി, മീനം 27-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5:20 ആണ് ഈ പ്രശ്നത്തെ പറ്റി പറയുന്നത്. ഈ സമയത്തിൻ്റെ ഔചിത്യത്തെ പറ്റി നോക്കാം. അതിൽ നിന്ന് ചില പ്രാഥമികമായിട്ട് ചില കാര്യങ്ങൾ. 5:20 എന്ന് വെച്ചാൽ വൈകുന്നേര സമയം, സൂര്യാസ്തമയത്തിന് അടുക്കുന്ന സമയം. സാധാരണഗതിയിൽ ഉചിതമല്ലാത്ത ഒരു സമയം. ഒരു ചോദ്യമൊക്കെ ഉന്നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാവിലെ സമയമാണ്, പ്രാതക്കാലത്ത് ആണ് പരീക്ഷ നടത്തേണ്ടത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അഭീഷ്ട ഫലസിദ്ധി ഉണ്ടാവും. ഉചിതമായ സമയത്ത് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും. അപ്പോൾ വൈകുന്നേരമായതിൻ്റെ ഒരു ഫലമുണ്ടല്ലോ. താമസിച്ചു പോയി, കാലം കഴിഞ്ഞു പോയിട്ടാണ് പ്രശ്നം വയ്ക്കുന്നത്. വളരെ മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പം ചെയ്യുന്നതാണ് എൻ്റെ നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നു, അത് വൈകിപ്പോയി. പിന്നെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ അല്ലേ, അത് അങ്ങനെ വൈകിപ്പോയി എന്നൊരു ദോഷം. അതിനോട് കൂടി തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുന്നില്ല എന്നൊരു സൂചനയും കൂടിയുണ്ട്. ഇതൊക്കെ നിമിത്തങ്ങളാണ്. ഗ്രഹനിലയിൽ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്കത് അറിയാം. അപ്പോൾ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുന്നില്ല, കൃത്യനിഷ്ഠ പോരാ എന്ന് ഒരു സൂചനയും കൂടി വൈകുന്നേരം ആയതിൻ്റെ ഇതിലുണ്ട്. മാത്രമല്ല ഒരു സാമാന്യമായിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ പറയും, നല്ല ദിവസമെല്ലാം നോക്കി, നല്ല നക്ഷത്രം, നല്ല ദിവസമെല്ലാം നോക്കി രാവിലെ പോയി പരീക്ഷ ചോദിക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ അറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയത്തല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. അതറിയരുത്. അതാണ് സ്വമേധയാ വരണം. വാസ്തവത്തിൽ ഈ പരീക്ഷയിൽ ഈ ചോദ്യം ചോദിക്കാൻ വരുന്ന സമയത്തിനും എല്ലാത്തിനും പുറകിലൊരു ദൈവജ്ഞനുണ്ടായി, കള്ളൻ. അങ്ങനെ നൈസായിട്ട് അതിൽ നിന്ന് മാറി. അതെ, പ്രത്യക്ഷത്തിൽ വരാതെ നിങ്ങൾ പോയി ചോദിച്ചു മനസ്സിലായിരിക്കും. അങ്ങനെ പതുക്കെ പുറകോട്ട് വരും.
ഇന്ന് മുമ്പിലുണ്ട്, എങ്കിലും അന്ന് പതുക്കെ പുറകോട്ട് വരും. കാരണമുണ്ട്, നല്ല സമയം നോക്കി അങ്ങനെ പോവുള്ളൂ. അപ്പോൾ അതറിയാതെ നിങ്ങൾ സ്വയം ചെയ്തൊരു സമയം വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അതിനകത്ത് ഉൾപ്പെടാതിരിക്കുന്നത്. ഈ വൈകുന്നേരം 5:20 സമയത്തിന് അസ്തമയ രാശിയാണ്, സൂര്യാസ്തമയം നടക്കുന്ന രാശി. അതിൻ്റെ പേര് പറയും പാട്ട് രാശി. പാട്ട് പാടേണ്ട രാശിയല്ല, പാടുള്ള രാശി എന്നാണ്. അതെ, സൂര്യൻ അസ്തമിക്കുന്ന അതേ രാശിയിലാണ്. ഇതേ ഒരു ദോഷം. സന്ധ്യാകാലം എല്ലാം പൊതുവെ ദോഷമാണ്. അപ്പം സന്ധ്യാസമയത്ത് അസ്തമയത്തോട് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കടുത്ത ദോഷത്തിലേക്ക് നമ്മൾ പോകുന്ന പോലെയാണ്. അസ്തമയം എന്ന് വെച്ചാൽ സൂര്യൻ്റെ പ്രകാശമൊന്നും ഇല്ലാതെയാകുക, ഇരുട്ട് വരിക എന്നാണ്. മുഹൂർത്ത ദോഷം. മുഹൂർത്ത ദോഷം. ലാസ്റ്റ് മുഹൂർത്തം എന്താണോ? ലാസ്റ്റ് മുഹൂർത്തം അല്ല, രവിദർശനെ രാശിയുടെ ദോഷം. മുഹൂർത്തമല്ല, ലാസ്റ്റ് മുഹൂർത്തമല്ല, ലാസ്റ്റ് ബട്ട് വൺ. അത് വേണമെന്നില്ല, അല്ലാതെ തന്നെ ഇവിടെ വേറെ ദോഷമുണ്ട്. ചൊവ്വയുടെ ഹോരയ തിങ്കളാഴ്ചയാണെങ്കിലും ചൊവ്വയുടെ കാലം ഹോരയാണ്. സമയം ഉചിതമല്ലാത്ത സമയമാണ് മൊത്തത്തിൽ. തിങ്കളാഴ്ചയാണ്, പക്ഷേ അന്ന് ചൊവ്വയുടെ കാലം വരെ അതിലേക്ക് വരാൻ നോക്കും. ഇനി ഒരാചാരമുണ്ട്, കുഴപ്പമില്ലാത്ത മുഹൂർത്തം ദോഷമില്ല. ഈ രാവിലെ പോയിട്ട് പ്രാതരുപേത്യ പൃച്ഛേ എന്നിട്ട് ഒന്നുകൂടെ പറയും, ഒരു കാഴ്ചദ്രവ്യം എന്തെങ്കിലും കൊടുക്കണം. പ്രാഭൃതം നമ്മൾ ആചാര്യവരണം നടത്തിയില്ലേ, അതുപോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഇല്ല എന്നാണ് തോന്നണം. ഇല്ല ഇല്ലെന്നാ അതൊരു ആചാരദോഷത്തെ കാണിക്കുന്ന കാര്യം. ആചാര സംബന്ധമായ ദോഷം. ഈ ആചാര സംബന്ധമായ ദോഷം ഞാൻ ആവർത്തിച്ച് പറയാനൊരു കാരണമുണ്ട്, അത് പിന്നീട് മനസ്സിലാവും. ഏറ്റവും വളരെയധികം ദോഷമുള്ള ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും തൊട്ടതാണ്. ഇന്നലയുടെ സൂചനയാണ്. ഇല്ലാന്ന് പറയാനൊക്കില്ല. 12 രാശിയിലും ദോഷമുണ്ടെന്നതാണ് കുഴപ്പം. ദോഷമല്ലേ ഉള്ളൂ, അതിനകത്തുള്ള ഗുണമുള്ളതും കൂടെ നമ്മൾ പെറുക്കാം. അല്ലതുണ്ടോ എന്ന് നോക്കാമല്ലോ. എല്ലാം ദോഷമാണെങ്കിൽ പിന്നെ എന്തിനത്? അതുകൊണ്ട് അങ്ങനെ ഒരു ആചാര ദോഷം, ആചാരങ്ങളെ സംബന്ധിക്കുന്നത്, ആചാരം കൽപ്പിക്കേണ്ട ഒരു ആചാര്യൻ ഇവിടെയുണ്ട്. അതും ആയിട്ടൊരു ബന്ധം വരും ഇതിന്. ആചാരദോഷം പറയുമ്പോഴേ അങ്ങനെ ഒരു ലക്ഷണം മാത്രമായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഉചിതമല്ലാത്തൊരു സമയത്ത് അങ്ങനെയുള്ള ആ ദിവസത്തെ ഈ പൃച്ഛാസമയവും ആ സമയത്തെ ഗ്രഹനിലയും അന്നത്തെ ആദ്യം നോക്കേണ്ടത് സമയത്തെ പറ്റിയാണ്. അപ്പോൾ സമയം നമ്മൾ വിവരിക്കുന്നത് സാധാരണ 5 വിശേഷങ്ങൾ കൊണ്ടാണ്. തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം, പഞ്ചാംഗങ്ങൾ. ഇത് നോക്കുകയാണെങ്കിൽ അന്ന് തിഥി കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി തിഥിയായിരുന്നു. അന്നത്തെ വാരം തിങ്കളാഴ്ചയായിരുന്നു, ശുഭവാരമാണ്. സിംഹകരണം, അനിഴം നക്ഷത്രം, സിദ്ധി യോഗം, ഇതാണ് അന്നത്തെ പഞ്ചാംഗം. അതിൽ തിഥി വളരെ പ്രധാനമായിട്ട് തിഥി നല്ല തിഥി ആണെങ്കിൽ സാന്നിധ്യ സമൃദ്ധി, ഐശ്വര്യ സമൃദ്ധി. ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ സാന്നിധ്യമാണ്. സാന്നിധ്യ സമൃദ്ധി ഉണ്ടാവും. അങ്ങനെ എന്താണ്, ഈശ്വര സാന്നിധ്യം വളരെ പ്രകടമായിട്ട് അനുഭവപ്പെടും. പക്ഷെ ഇവിടെ അതില്ല എന്ന് പറയും.
കാരണം കറുത്ത പക്ഷമാണ് ചതുർത്ഥി തിഥിയാണ്. ഇത് രണ്ടും ഒരു ശുഭകർമ്മങ്ങൾക്കും കൊള്ളാത്ത ത്യാജ്യഗണത്തിൽപ്പെട്ടത്. തിക്താതിഥിയാണ് ചതുർത്ഥി. അതിൽ ഒരു ശുഭകർമ്മവും ചെയ്യില്ല. കറുത്തപക്ഷവും. കറുത്തപക്ഷം സാധാരണ എന്താ പറയുക, ഇങ്ങനെ വെളുത്ത പക്ഷത്തിന് ദേവപക്ഷമെന്നും കറുത്ത പക്ഷത്തിന് പിതൃപക്ഷം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള വല്ലതും ഉണ്ടോ എന്ന് സംശയിക്കണം കൃഷ്ണപക്ഷമായിരുന്നു. അതായത് മരിച്ചവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ദോഷം എന്ന് സംശയിക്കണം. അങ്ങനെ ഐശ്വര്യം, ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാതെ പോകാം. മരിച്ചവരുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില പ്രേതാരാധന ഒക്കെ ചെയ്യാറുണ്ട്. ദേവാലയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ദേവസാന്നിധ്യം കുറഞ്ഞു പോകും. ഇതിൻ്റെതായ ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഒരു സൂചന ആ കൃഷ്ണപക്ഷത്തിനുണ്ട്. തിഥി ദോഷവും കൂടിയാണ്, ചതുർത്ഥി തിഥിയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കേണ്ടി വരുമല്ലോ. തിഥി സൂചകൻ ബാധകസ്ഥാനത്ത് ഒരാൾ തിഥി സൂചകനിലേക്ക് വരണമെങ്കിൽ ആ കാലത്തിന്റെ സൂചകനിൽ കൂടെ വന്നാൽ പോരെ. പോരെ. അന്നത്തെ നക്ഷത്രം അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അനുകൂലമാണോ? ശുഭവും അനുകൂലമായിരിക്കും. ഭർത്താവിന് മകം. അപ്പോൾ 8-ാം നക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ്, അനുകൂല നക്ഷത്രമാണ്. നല്ലതാണ്. നക്ഷത്രം കൃതപാപ സഞ്ചയഹരം എന്നാണ്. ദോഷങ്ങളെല്ലാം നിവൃത്തി വരുത്തിയിരിക്കുന്നു എന്നാണ്. അനുകൂലവുമായിട്ടുണ്ട്. നല്ല ഒരു സൂചനയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രന്റെ സ്ഥാനമാണ്. ചന്ദ്രൻ കൂടി നന്നായിരിക്കണം. അങ്ങേര് വളരെ മോശമായിട്ടായിരിക്കും. വൃശ്ചികൻ രാശിയിലാണ് ചന്ദ്രൻ. അനിഴം നക്ഷത്രം എന്ന് വെച്ചാൽ അവിടെയാണ്. അത് ചന്ദ്രന്റെ നീചസ്ഥാനമാണ്. കൂടെയോ രാഹുകേതുക്കളാണെന്നാണ്. ഗ്രസ്തൻ ഒരു തരത്തിൽ പറഞ്ഞു. സൂര്യൻ വന്നില്ല, അയാളെ ഒരു ഗ്രഹണം പോലെ. രാഹുകേതുക്കളുടെ കൂടെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചൊവ്വയുടെ ദൃഷ്ടിയാണ്. ഒരു ശുഭന്റെയും ബന്ധമില്ലല്ലോ. ഒരു ദുര്യോഗം കൂടി അവിടെയുണ്ട്. ഈ വ്യാഴവും ചന്ദ്രനും കൂടി ഇങ്ങനെ ഒരു എന്താണ് ശകടയോഗം. നല്ല തരത്തിലല്ല ചന്ദ്രൻ എന്ന് വെച്ചാൽ നീചം. ആ നീചത്തിന്റെ ദോഷമാണ് ഇവിടെ ഉള്ളത്. നക്ഷത്രം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ദോഷം ഒന്നുമില്ലെന്നും ഇത് നമുക്ക് അനുകൂലമാണെന്നും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രൻ അങ്ങനെയല്ല കാണിച്ചു തരുന്നത്. ഒന്നും കൂടി പറഞ്ഞാൽ ആ ചന്ദ്രൻ വെറും തള്ളിക്കളയേണ്ട ഒരു ചന്ദ്രനല്ല. ഇവിടുത്തെ ദേവതയെ കൂടെ സൂചിപ്പിക്കുന്നൊരു ചന്ദ്രനല്ലേ അത്. ഇവിടുത്തെ മുഖ്യദേവത ഭദ്രകാളി ക്ഷേത്രമാണ് അല്ലേ. അതിനെ കൂടെ സൂചിപ്പിക്കുന്നൊരു ഗ്രഹമാണ് ആ ചന്ദ്രൻ. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുകയാണ് ദുർബലനായിട്ട്. കറുത്ത പക്ഷത്തിലെ ചന്ദ്രൻ ഭദ്രകാളിയെ സൂചിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ്. അത് ഇങ്ങനെ അഴുക്ക് രാഹുവിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നേരത്തെ തിഥി സംബന്ധമായിട്ടൊരു സൂചനയുണ്ട്. ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല എന്ന്. ആ ഭദ്രകാളിക്ക് ആ ദോഷം വരണമെങ്കിൽ രാഹുകേതുക്കളാണെങ്കിൽ എന്തോ പറയും, ശവേന ദൃഷ്ടം ശിഖിമാന്തി സർപ്പൈ, ശവദോഷം, മൃത്യുദോഷം എന്ന ഒരു സൂചന അവിടെ എല്ലാത്തിലുമുണ്ട്. അങ്ങനെ നക്ഷത്രം നല്ലതാണെങ്കിൽ പോലും അവിടെ ഒരു ദോഷം ഈ ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. അന്നത്തെ നിത്യയോഗങ്ങളും യോഗം നല്ലതാണെങ്കിൽ രോഗമൊന്നുമില്ല. എല്ലാം വ്യവസ്ഥയനുസരിച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാം വ്യവസ്ഥ പ്രകാരം നടക്കുന്നു. വ്യവസ്ഥകളൊക്കെ ഉണ്ട്.
നമസ്കാരം ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കാഴ്ചപ്പെടുന്നുണ്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെയും ആ ചന്ദ്രൻ കുഴപ്പമുണ്ടാക്കുന്നു. ചന്ദ്രൻ ദോഷം ഉണ്ടാക്കുന്നതായിട്ടാണ് സൂചന. ചന്ദ്രന് ബലവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരി, അത് വന്നിട്ടില്ല. നിത്യയോഗത്തിന് ആ കുഴപ്പമുണ്ട്. ചന്ദ്രനും സൂര്യനും ദോഷമില്ലാതെ നിൽക്കുകയാണെങ്കിൽ ശരി. രണ്ടുപേരും ദോഷത്തോട് കൂടി നിൽക്കുകയാണെങ്കിൽ ഈ സമയ സംബന്ധമായ വല്ല ശുഭത്വം ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാകാം, അനുഭവത്തിലില്ല. വരുന്നു. കരണം ദോഷം ഇല്ല, സിംഹകരണം നല്ല കരണമാണ്. പക്ഷെ തിഥിയെ ദോഷമാണ്. പിന്നെ കരണം നന്നായിട്ട് തിഥിയുടെ പകുതിക്കാണ് കരണം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം ഒരു മിശ്രത്വം കാണും. വളരെ കടുത്ത ദോഷവും ചില ഗുണങ്ങളും. സമയസമ്പത്തായി സമയത്തിൻ്റെ കാരകന്മാരെന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും. ഇവരുടെ സ്ഥാനങ്ങളനുസരിച്ചാണ് ഈ സമയങ്ങളെല്ലാം പറയുന്നത്. അതിൽ ഒന്നുകൂടി പറയാം. വാരം നല്ല വാരമാണ്, ശുഭവാരമാണ് തിങ്കളാഴ്ച. പക്ഷേ ചന്ദ്രനോ നീചമായിട്ട് ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി രാഹുകേതുക്കളുടെ ചൊവ്വയുടെ ദൃഷ്ടി ഒരുപക്ഷെ നല്ലതെന്ന് പറയാം. പക്ഷെ ശുഭദൃഷ്ടി ഇല്ലാതെ ദുർബലനായിട്ട് പക്ഷബലവുമില്ലാതെ നിന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ വാരം. വാരാൻ മഹായുർഭവേ, ദേവചൈതന്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുറച്ച് പൊക്കിയാണ്. അപ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട്. ശുഭന്റെ വാരമാണ്, ചന്ദ്രന് ദൗർബല്യമുള്ളതുകൊണ്ടാണ്. സാഹചര്യവശാൽ ഇപ്പോൾ ദേവചൈതന്യത്തിന് ക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതും കറുത്ത പക്ഷത്തിലെ ഈ ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ശവയന ദുഷ്ടം അങ്ങനെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ സമയസംബന്ധമായിട്ടുള്ള നന്മകൾ അനുഭവപ്പെടണമെങ്കിൽ സൂര്യനും ചന്ദ്രനും നല്ല ബലവാന്മാരായിട്ട് ദോഷമില്ലാതെ നിൽക്കുകയും കൂടി വേണം. ഒരാണ്. എന്നാൽ ഇവിടെ കന്നി ലഗ്നമാണ്, മീന മാസമാണ്. സൂര്യൻ മീനത്തിൽ നിൽക്കുക എന്ന് വെച്ചാൽ ബാധാസ്ഥാനം. സൂര്യൻ ദുരിതാധിപനും കൂടിയാണ്, ആചാര്യസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ്. നേരത്തെ അതാണ് പറഞ്ഞത്. ആചാരങ്ങളെ സംബന്ധിക്കുന്നൊരു പ്രത്യേകത എവിടെയുണ്ട്? ആ ഗ്രഹം ബാധാസ്ഥാനത്താണ്. ബാധാസ്ഥാനം അനിഷ്ടസ്ഥാനം. ഒരു ഗ്രഹം ബാധാസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ തൽ സംബന്ധമായ ബാധ. ഇവിടെ ബാധ എന്ന് വെച്ചാൽ ഒരു ദേവാലയം എന്ന് വെച്ചാൽ എന്താ വേണ്ടത്? ദേവന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അത് വരുന്നില്ല, അതാണ് ബാധ എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നു സൂര്യൻ. ചന്ദ്രൻ നേരത്തെ പറഞ്ഞു നീചമായിട്ട് ഗുരുത്വം ഇല്ലാത്ത രാശിയിൽ, വൃശ്ചിക രാശിയിലെ ചന്ദ്രൻ അങ്ങനെയാണ്. ജനക ഗുരു അതാണ് അവസ്ഥ. ആ ചന്ദ്രൻ രണ്ടുപേരും സുഖമായിട്ടല്ല. ഈ ചന്ദ്രൻ നിൽക്കുന്നതും നല്ലൊരു സ്ഥാനം എന്ന് പറയാൻ പറ്റില്ല. 3 രാശിയുടെ ദോഷമുണ്ട്, അതിനും പുറമെ ഇങ്ങനൊരു ദോഷവും കൂടിയുണ്ട്. 3 ചന്ദ്രൻ അത്ര നല്ലതല്ല. എന്താ പറയണത്? ഹിംസ്രോ ഹിംസാശീലം. ദേവാലയത്തിനൊക്കെ ഇത്തരം വാക്കുകൾ തന്നെ അത്ര നല്ലതല്ല. ദേവതാസൂചകം കൂടി ആവുമ്പോൾ ഹിംസ്രോ ഭ്രാതൃകഥ അങ്ങനെയാണ്. ആ രാശിയുടെ അധിപനം ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ സമയസംബന്ധമായ സ്വല്പം ഗുണങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ അനുഭവത്തിലില്ല എന്നാണ് ഒരു പ്രാഥമിക നിഗമനം.
സമയസംബന്ധമായിട്ട് അല്പം കൂടിയുണ്ട്. ഇത് കന്നി ലഗ്നത്തിലായിരുന്നു ചോദിക്കുന്ന സമയത്ത്. കന്നി ലഗ്നം ഒരു ഉഭയരാശിയാണ്. കന്നി ലഗ്നത്തിന്റെ അധിപനും ഒരു ഉഭയരാശിയിലാണ് നിൽക്കുന്നത്. ഈ സൂര്യനെ കൊണ്ടൊരു അഹോമുഖത്വം കൂടിയുള്ള രാശിയാണ്. സ്വർണ്ണമൊക്കെ നന്നായിട്ട് കിട്ടി, അനുകൂല ഫലമൊക്കെ ഉണ്ട്. ഭാവിയെ പറ്റിയാണ് ചോദിച്ചത്. ഭാവിയൊക്കെ നല്ലതാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലത്ത് അങ്ങനെയല്ല. ഇവിടെ കാണുന്നത് വളരെ കടുത്ത ദോഷമാണ് കാണുന്നത്. വെച്ചിട്ടുണ്ട് കഴിഞ്ഞു. ഈ ലേഖനത്തിൽ 7 സൂര്യൻ നിൽക്കുന്നത് തന്നെ കൊള്ളും. സ്ത്രീഭർഗത പരിഭവം ഉത്സൃഷ്ട എന്നൊക്കെ ഉപേക്ഷിക്കപ്പെടുക സൂര്യന്റെ ഫലമാണ്. 7 നിൽക്കുന്ന സൂര്യന്റെ ഫലം. കൂടെ ലഗ്നാധിപനും നിൽക്കുകയാണ്. ആ ലഗ്നാധിപനും കൂടെ അവിടെ നിൽക്കുക സൂര്യൻ്റെ. അപ്പോൾ 7നെ സംബന്ധിക്കുന്ന ഒരു ദോഷം അനുഭവിക്കുന്നു. എന്താണ് 7? 7 ജനപദം എന്ന് പറയാം. യാത്ര എന്ന് പറയാം. യാത്ര എന്ന് വെച്ചാൽ എഴുന്നള്ളത്തൊക്കെ ഇല്ലേ, ഇവിടെ അങ്ങനെയാണല്ലോ അല്ലേ? ഇവിടുന്ന് ദേവി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടല്ലേ അല്ലേ? അങ്ങനെയുള്ള സമയത്ത് ലഗ്നാധിപൻ നീചനായിട്ട് നിൽക്കുക. സൂര്യൻ ആരാണ്? മാത്രമല്ലല്ലോ, ഒന്നുകൂടെ ഉണ്ടല്ലോ 12 അവിടെ ഒരു ഗുളിക ഭവനാധിപനായിട്ടാണ് സൂര്യൻ. ഈ ഗുളികൻ എന്ന് പറയുന്നത് പ്രേതസൂചകൻ. അത് 12 നിന്നാൽ തന്നെ പ്രേതബാധ എന്നാണ്. ആ സൂര്യനാണ് കേന്ദ്രത്തിൽ നിൽക്കുന്നത്. ഒന്ന്, ഇവിടെ പ്രേത ആരാധനയുണ്ട് എന്നാണ് ആ സൂര്യന്റെ സൂചന. അത് രാശി വ്യാഴത്തിന്റെ രാശിയിലാണ് നിൽക്കുന്നത്. ബ്രാഹ്മണ രാശി എന്നാണ്, മീനൻ രാശി. അപ്പോൾ ഒരു പ്രത്യേക പ്രേതത്തിന് കുറച്ച് മഹത്വം കൂടുതൽ കൊടുക്കാറുണ്ട്. ഓ അങ്ങനെയാണല്ലോ നമുക്ക്. അങ്ങനെ ആ രാശിയിൽ വന്ന് സൂര്യൻ നിൽക്കുമ്പോൾ രക്ഷസ് എന്നൊരു സാധനം, അതിൻ്റെ ഒരു ബാധ എവിടെയുണ്ട്? ആരാധിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആരാധിച്ചിട്ടുണ്ടാവും, ഇപ്പം ഇല്ലെങ്കിൽ ഉണ്ടോ? രക്ഷസ് എന്നൊരു സാധനം പൂജിക്കുന്നുണ്ടോ? ബ്രഹ്മരക്ഷസ്. ആദ്യം ഈ സാധനം എന്താന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കെങ്കിലും അറിയാവോ? അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ജനങ്ങളുടെ അറിവില്ലായ്മ പരിഹരിക്കാൻ, ദേവാലയ സംബന്ധമായ ഉപദേശങ്ങൾ തരാൻ നമുക്കൊരാളുണ്ട്, ആചാര്യൻ, തന്ത്രി. ക്ഷേത്രത്തിൽ തന്ത്രി ഉണ്ടാവും. എന്തിനാണെന്നറിയാമോ തന്ത്രിമാരെ വയ്ക്കുന്നത്? നമുക്കൊരു അമ്പലം വയ്ക്കണം, ആരാധിക്കണം എന്നാണ്. ആ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവില്ല. അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളെ നമ്മൾ അങ്ങേരുടെ ഉപദേശം തേടും. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഞാൻ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളുടെ സഹായം തേടും. അതുപോലെ എനിക്കൊരു കെട്ടിടം വയ്ക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ കെട്ടിടം പണി അറിയാവുന്ന ഒരാളുടെ, എനിക്ക് ഇത് എന്താണ് റെക്കോർഡിങ് എനിക്കറിയില്ല, അറിയാവുന്ന ഒരാളുടെ സഹായം തേടും. എല്ലാം അങ്ങനെ തന്നെ. അതുപോലെ ദേവകാര്യങ്ങൾ അറിയാവുന്ന ഒരു ആചാര്യന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പൊതുവെ ഇപ്പോൾ റിട്ടേൺ റൂളൊന്നുമല്ല, അങ്ങനെ ഇല്ലെങ്കിൽ ദേവൻ ഇരിക്കില്ലേ? ഇരിക്കും. സാധാരണ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെല്ലാം. അങ്ങനെ ഒരു 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 ആചാരം തന്നെയുണ്ട്. ക്ഷേത്രത്തിന് ഒരു ആചാര്യൻ ഉണ്ടാകും. നിങ്ങൾക്കതുണ്ടല്ലോ. ആ ആചാര്യസ്ഥാനം 12 ഉണ്ടാവും. ആ 12 ഒരു ഗുളികൻ നിൽക്കുന്നു. 12ാം ഭാവപതിയാണ് ബാധാസ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ ഒരു ചൊവ്വ നിൽക്കും.
സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളുടെ പ്രേതം എന്ന് തന്നെ പറയാം. ചൊവ്വ ഒന്നേയുള്ള ഒന്നി കൂടുതലുണ്ടെന്നാണ് കാണുന്നത്. നീയുമുണ്ടെന്നാണ് ഉഭയരാശിയില്ല. ഉഭയരാശിയാണെങ്കിൽ ഒന്നിലധികം എണ്ണം ഉണ്ടാവും. ഒരു ലക്ഷം ഇനിയുണ്ടോ പ്രേതം ആരാധിക്കുന്നത്? അതൊക്കെ ആചാര്യനാണ്. കണ്ടോ സാറേ, ഇതാണ് ഗ്രഹനിലയുടെ മഹത്വം. ഇതാണ് ഈ പറയുന്നത്. നിങ്ങൾ ആവർത്തിച്ച് പറയാണ്, ജ്യോതിഷികൾ ഇവിടെ ഉണ്ടാവും. ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഓരോ ഇല്ലാത്ത ആചാരങ്ങളെ പറഞ്ഞ് ഈ ആചാരങ്ങളെ ശാസ്ത്രമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഇവരെ ശാസ്ത്രീയ ഗ്രഹനിലയിലാണെന്ന് കാണുന്നത്. ഈ ഗ്രഹനിലയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താൻ സ്വപ്നം പോലും ജ്യോതിഷത്തെ പറ്റി കാണുമല്ലോ. ഇതാണ് ജ്യോതിഷത്തിന്റെ മഹത്വം. ആ സമയത്തിന്റെ ഗ്രഹനില മാത്രമാണ്. അതാണ് എൻ്റെ വിശേഷം. അങ്ങനെ പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഈ രക്ഷസിനെ ഒന്ന് ആദ്യം പിരിച്ചുവിടാം. പറഞ്ഞു കൊടുക്കുക സാർ എന്താണെന്ന്. ബ്രഹ്മരക്ഷസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. അതിനു മുമ്പ് പ്രേതം എന്താണെന്നറിയാം. പ്രേതം എന്താണ് അതൊന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ മനസ്സിലായ രീതിയിൽ മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ശരീരം, പിന്നൊന്ന് ആത്മാവ്, മൂന്നാമതൊരെണ്ണമാണ് പ്രേതം. മനസ്സ്. അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വേർപെട്ട് പോകുമ്പോഴാണ് മരണം. ആത്മാവെന്ന് വെച്ചാൽ ഈശ്വരനോ എന്തുവേണേ പറഞ്ഞോളൂ, എല്ലായിടത്തും നിറഞ്ഞു കിടക്കുന്നതും അതില്ലാത്ത ഒരിടവുമില്ല, അതിലില്ലാത്ത ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ബ്രഹ്മം എന്നൊക്കെ പറയണതാണ്. അതിൻ്റെ ഒരു അംശമാണ് നമ്മിലുള്ളത്. അഹം ബ്രഹ്മോസ്മി പറയില്ലേ, അതിൻ്റെ ഒരു അംശം ഉള്ളിലുള്ളത് മാറിപ്പോയാൽ പിന്നെ ശരീരം വെറും ജഡമാണ്. ഇപ്പം നമുക്കൊക്കെ ജീവനുണ്ട്, നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം ചീയുന്നില്ല. ഇതങ്ങ് പോയാൽ അടുത്ത സെക്കൻഡിൽ ചീഞ്ഞു തുടങ്ങും. അപ്പോൾ വെറും ജഡമാണ് പിന്നെ. അതാണ് ശരീരം. ശരീരം ഇങ്ങനെ ധരിച്ചു പോകും. ആത്മാവ് പരമാത്മാവിൻ്റെ അതിൻ്റെ ഒരു പോർഷൻ ഇത്രയേ ഉള്ളൂ. അതിനെ ഒന്നും ചെയ്യാനും ഒക്കില്ല. മൂന്നാമതൊരെണ്ണമുണ്ട്, വികാരങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ വരുന്ന മനസ്സ് എന്നൊരു സാധനം. സങ്കല്പമാണ്. മനസ്സെടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ പറ്റും. നമുക്ക് ഈ തോന്നലൊക്കെ എന്തുകൊണ്ടാവുണ്ടാവും? ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, ദ്വേഷങ്ങൾ, ഇതുമാതിരിയുള്ളതെല്ലാം എല്ലാത്തരം വികാരങ്ങളുടെയും മനസ്സ്, ബുദ്ധി തമ്മിലൊരു ബന്ധമുണ്ട്, വളരെയധികം ബന്ധമുണ്ട്. ആ ഒരു ഭാഗം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതെവിടെ പോകും? ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു, ശരീരം പരിണമിച്ച് മാറി, അതിന് കത്തിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ കുഴിച്ചിട്ടു, ലഭിച്ചു, പിന്നെ അങ്ങ് പോകും. ഓർഗാനിക് മാറ്റർ ഇൻഓർഗാനിക് ആവും. ഈ മനസ്സെവിടെ പോകും? അതിൻ്റെ ഒരു അംശം അവിടെ നിലനിൽക്കുന്നു. ആ ഒരു ശക്തി അവിടെ കുറച്ചു കാലം അങ്ങനെ കെട്ടി നിൽക്കുമെന്നാണ് പറയുന്നത്. അതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ അത് തുടർന്നു പോയാൽ അതിന് എന്തിനാണ് ഈ ആഗ്രഹങ്ങളൊക്കെ? എന്തിനാണ്? ശാരീരികമായ ഓരോ കർമ്മങ്ങൾക്ക് അതൊക്കെ വിശക്കും, ദാഹിക്കും, ഇതൊക്കെ ഉണ്ട്. ദാഹമുണ്ട്. പക്ഷെ ദാഹം ശമിപ്പിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം മാത്രം പോരാ, കുടിക്കാൻ ഉള്ള സംവിധാനം വേണം. വെള്ളം ഉണ്ടെങ്കിൽ പോരാ, കുടിക്കാനുള്ള സംവിധാനം വേണം. ശരീരം വേണം, അതില്ല. പിന്നെന്ത് ചെയ്യും? ദാഹം മാത്രമുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയെ പറ്റിയാണ് അവർ പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ടും ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. താൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു സാധ്യതയുള്ളൊരു കാര്യം. അതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു ശരീരം വാടകയ്ക്ക് എടുക്കും. ഇങ്ങനെ നല്ല പറ്റിയ ചില സാഹചര്യങ്ങളിലൊക്കെ ശരീരത്തിൽ അതിന് പ്രവേശിക്കാൻ പറ്റിയേക്കും. ആ ശരീരത്തിൽ കൂടി ഇത് കുടിക്കാനും വിശപ്പടക്കാനും ഒക്കെ ശ്രമിച്ചു. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ്റെ ചേഷ്ടകൾക്കൊരു മാറ്റം സംഭവിക്കും. പ്രേതബാധ എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട്. സ്വജനാൻ ബാധമാനാഹ, സ്വജനങ്ങളെ ബാധിച്ചുകൊണ്ട് ചരന്തി എന്നാണ് മനുസ്മൃതിയിലൊക്കെ പറയുന്നത്. എന്തുകൊണ്ട്? അബ്ദദീക്ഷാതിലോപേന പ്രേത യാഥാ പിശാചതാം, പിശാചികളായിത്തീരും, ദുഷ്ടശക്തികളായിത്തീരും. അതുകൊണ്ട്
ആ പ്രേതാവസ്ഥയിൽ നിന്ന് അതിന് ഒരു കരകയറ്റം, മാറ്റം, പരിണാമം കൊടുക്കാനായിട്ടാണ് നമ്മൾ ശേഷക്രിയകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രേതം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി പിതൃലോകത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് സങ്കല്പം. പിതൃലോകം ഇവിടെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കാണാനൊന്നും പറ്റില്ല. ഇതൊരു സങ്കല്പമാണ്. അങ്ങനെ ഒരു അവസ്ഥ, ഒരു ഡൈമെൻഷൻ, ആ ഡൈമെൻഷനിൽ നമുക്ക് പോകാനൊക്കാത്തതാണ്. അങ്ങനെ ഒരിടത്തിലേക്ക് പോകും. അവരെ സ്മരിക്കാനേ പാടുള്ളൂ, അവരെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന്. അതുകൊണ്ട് പിതൃക്കൾക്ക് ശ്രാദ്ധം നടത്തും, തർപ്പണം നടത്തും, തിലഹോമം നടത്തും, ഇതൊക്കെ ചെയ്യും. പ്രതിഷ്ഠിച്ച ആരാധന പറഞ്ഞിട്ടില്ല, പാടില്ല. ഇവിടെ വന്നാൽ അവരുടെ ആ ഡൈമെൻഷനിലേ അവർക്ക് പറ്റുള്ളൂ. മത്സ്യത്തെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും. അതുപോലെ അവർക്ക് ഇവിടെ പറ്റില്ല, ഇൻകമ്പാറ്റബിളാണ് ഈ ലൈഫ്. അതുകൊണ്ട് പിതൃക്കളെ വച്ച് പൂജിക്കാൻ വിധിയില്ല. വൈദിക രീതിയാണ് ഇപ്പോൾ നമ്മളെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് വിധിയില്ല. നമ്മൾ ചെയ്യുന്ന അതിന് വിരുദ്ധമായിട്ട് ആണ് ഇങ്ങനെയുള്ളൊരു പ്രേതമാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കുമുള്ള പ്രേതത്തിനും വെറും പ്രേതം. ഇത് കുറച്ച് മൂത്ത പ്രേതമാണ്. കാരണം ബ്രാഹ്മണന്റെ പ്രേതം വരെ ഇത്രയധികം വിലയുണ്ട്. വെച്ച് ആരാധിക്കത്തക്കവണ്ണം എങ്ങനെയുള്ള ബ്രാഹ്മണൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. മഹാപാതകം ചെയ്ത ബ്രാഹ്മണന്റെ പ്രേതം രക്ഷസായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കും എന്നാണ്. അരണ്യ നിർജ്ജലേ ദേശേ, വെള്ളം കിട്ടാത്തിടത്ത്. മറ്റേ വെള്ളമേ അവന് വേണ്ടു. അതാണ് ഇങ്ങനെയുള്ള ദുഷിച്ച ബ്രാഹ്മണൻ മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരിക്കലും പ്രേതമായിട്ട് നിൽക്കേണ്ടി വരില്ല. അപ്പോൾ മഹാപാതകം ചെയ്ത എന്തെല്ലാം പാതകമാണ് ചെയ്തതെന്ന് വിവരിക്കണം. അന്യരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോകുക, പരസ്ത്രീ പരസ്യ യോഷിതാം കൃത്വ, തട്ടിയെടുക്കും, നല്ല ജോലിയല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണന്റെ പ്രേതം ഇങ്ങനെ അലഞ്ഞു നടക്കുമെന്നും അത് മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമെന്നും അതെന്തെല്ലാം ചെയ്യും? ദാരിദ്ര്യം കൊടുക്കും, ഉന്മാദം കൊടുക്കും, കലഹം ഉണ്ടാക്കും, വൈകല്യമുള്ള സന്താനങ്ങളെ കൊടുക്കും, ഭ്രാന്ത് വരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒന്നിനെ ഇവിടെ വച്ച് ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ദിവസവും പോയി തൊഴുതോളൂ അല്ല, ഗുണം കിട്ടുന്ന ഇതാണ്. ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ കിട്ടും. ഉന്മാദം, ഇതൊക്കെ ഭാഗവതത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത എന്നൊരു പുസ്തകം എല്ലാവർക്കും പരിചിതമായിരിക്കണം. സാധാരണ ഹിന്ദുക്കൾക്കെല്ലാം നല്ല ലോകപ്രശസ്തമായ ഈ ഗ്രന്ഥമാണ്. ഇത് പുസ്തകം എല്ലാവരുടെയും വീട്ടിൽ കാണണം. പക്ഷെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. താൻ വായിച്ചിട്ടുണ്ട്? ഉണ്ട്. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. പണ്ട് ഞാനും വായിച്ചിട്ടില്ലേ, വളരെ ലേറ്റായപ്പോൾ ഞാൻ മുഴുവൻ വായിച്ചത്. വായിച്ചാൽ പോരാ, ഇത് വായിച്ച് കാണാറുണ്ടെങ്കിൽ CD യിലാക്കി വയ്ക്കുന്ന പോലെ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്തൊരു കാര്യം പറയണം. തമോ ഗുണം ഉള്ളവരാണ് പ്രേതത്തിനെയൊക്കെ ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിച്ചാൽ അധോഗതി വരും. സത്വഗുണമുള്ളവർ ദേവന്മാരെ വെച്ച് ആരാധിക്കുകയും അവർക്ക് മേൽഗതി വരികയും ചെയ്യും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ആരാധിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പ്രേതങ്ങളെ വെച്ച് പൂജിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്താൽ അധോഗതി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തമോ ഗുണമുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം ബാക്കി മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്താൽ അധപ്പതനം, ദോഷങ്ങൾ ഈ പറഞ്ഞ ഉണ്ടാവും. കാരണം ഒരു തത്വവുമില്ലാതെ പിശാചിനെ ബാധിച്ച ഏറ്റവും വൃത്തികെട്ട ദുഷ്ടശക്തിയാണ് ഇത്. അതിനെ വെച്ച് പൂജിക്കുക എന്നൊരു സമ്പ്രദായം എങ്ങനെ വന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. നമുക്ക് ഭയമുള്ളതിനെയെല്ലാം വച്ച് ആരാധിക്കും. മര്യാദക്കാരനെ ആരും മാനിക്കില്ല. നാട്ടിലൊരു തെമ്മാടി ഉണ്ടെന്നിരിക്കട്ടെ, ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചോണ്ടു, ആവശ്യമില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെയാണ് ഇത്തരം ദുഷ്ടശക്തികളെ വെച്ച് ആരാധിക്കുന്നത്. ഈ സമ്പ്രദായം
ഈ ക്ഷേത്രങ്ങളിൽ വയ്ക്കാൻ ഇവിടെയുള്ള ആചാര്യൻ വരെ സമ്മതിച്ചു എന്നെനിക്കറിയാം. വാസ്തവത്തിൽ ആചാര്യൻ പറഞ്ഞു കൊടുക്കേണ്ടതായത് പാടില്ല. അതിന് പൂജ കൊടുക്കുന്ന ആചാര്യൻ പോലും ബ്രാഹ്മണ്യം നഷ്ടപ്പെടും. ബ്രാഹ്മണനല്ല ഞാൻ പറയുന്നത്, ബ്രാഹ്മണ്യം നഷ്ടപ്പെടും. അതിനെ ആരാധിക്കാൻ വിധിയും. അതിന് പൂജയും കൊടുക്കരുത്, ഒന്നും ചെയ്യരുത്, വയ്ക്കാനേ പാടില്ല. അത് വരുന്നു. ഒരു ദേവതയ്ക്ക്, ഏത് ദേവതയാണ്, അതിനെല്ലാം ഒരു മന്ത്രമുണ്ട്, ഒരു രീതിയുണ്ട്. ഈ മന്ത്രം എല്ലാവരും അറിയേണ്ടതാണ്. പക്ഷെ പണ്ടൊന്നും പറഞ്ഞു കൊടുക്കില്ല. കാലം മാറിയല്ലോ ഇപ്പോഴും. ഇതൊക്കെ എല്ലാവരും അറിയണം, പരസ്യമാക്കണം. എല്ലാം സ്വകാര്യമായിട്ട് ചിലർക്ക് മാത്രമുള്ളതല്ല. ഇപ്പോൾ ഇവിടെ ഭദ്രകാളി ആരാധിക്കുന്നു, ഒരു മൂലമന്ത്രമുണ്ട്. ആ മന്ത്രം തന്നെ ഇവിടെ വേണം എന്നാണ് നിയമം. ശിവനുണ്ട്, ശിവനൊരു മൂലമന്ത്രമുണ്ട്. ആ മന്ത്രം എല്ലാവർക്കും പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പഞ്ചാക്ഷരം ശ്രേഷ്ഠ മന്ത്രമാണ്, എല്ലാവരും പറഞ്ഞു. തലയൊന്നും ആരുടെയും പൊട്ടി തെറിച്ചില്ല. അതുപോലെ എന്താണ് ബ്രഹ്മരക്ഷത്തിന് മന്ത്രം എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പ്രതിഷ്ഠിച്ച ആളോട് ചോദിച്ചാൽ മതി. മന്ത്രമില്ല, പിന്നെന്തോന്ന് പ്രതിഷ്ഠ? പ്രാകൃത ആചാരത്തിൽ എന്തെങ്കിലും ഒരു വിളക്കെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബൊമ്മ എടുത്തുകൊണ്ട് വയ്ക്കുക, അത് പ്രതിഷ്ഠയാവില്ല. ഇതിന് ചൈതന്യം കൊടുക്കുന്നതാണ്. താന്ത്രികമായിട്ട് ചൈതന്യം വരുത്തുകയാണ്. അങ്ങനെ ഒരു മന്ത്രം ഉണ്ടോ? ആചാര്യൻ എന്ന് പറഞ്ഞ അകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനൊരു മന്ത്രമുണ്ടോ? എന്തിന്? ഈ ദേവതയ്ക്ക് തന്നെ മന്ത്രമുണ്ട്. ഇല്ല എന്ന് പറയാൻ പോവുക ഞാൻ. ഇല്ലാന്ന് തന്നെ പറയണം. വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കാത്തത് കൊണ്ട് കർമാധിപനായ ബുധൻ 7 നീചം പ്രാപിച്ച് സൂര്യനോട് ബാധാസ്ഥാനത്ത് നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഫലമായിട്ട് ദുർമൃതി, ദോഷം അനുഭവിച്ചിരിക്കുന്നു ജനങ്ങൾ. എങ്ങനെ? വൈകല്യത്തോടുകൂടി. പത്രത്തിൽ വായിച്ചാൽ കണ്ടു. ഈ ഗ്രഹനില എന്ത് കാണുന്നു എന്നുള്ളതാണ് അത്ഭുതം. 12-ലാണ് ചൊവ്വയും ഗുളികനും കൂടി നിൽക്കുന്നത്. ദുർമൃതിയെ സൂചിപ്പിച്ചു. വൈകല്യ സ്ഥാനത്ത് നോക്കണം. അങ്ങനെയല്ലേ മരിച്ചത്? ഒരു മരണം ഉണ്ടായിരുന്നു. വൈകല്യത്തോടു കൂടി അങ്ങനെ ഒന്നല്ല എന്നുള്ളത്. ആ സൂചനയാണ് ഈ ബുധൻ നമുക്ക്. ഇതാണ് ഈ രക്ഷസും ഈ പറഞ്ഞ മാതിരിയുള്ള ആത്മാക്കളും. വേറെ വല്ലതൊക്കെ ഉണ്ടോ ഇതിനകത്ത്? ഇവിടെ ആചാര്യനായിട്ട് വെച്ചിട്ടുള്ളത് മുമ്പ് ആദ്യമായിട്ട് പൂജിച്ച് ഒരു ദിവ്യനായിട്ടുള്ള ഒരാളുടെ ആ സങ്കല്പ പൂജയാണ്. ശരി, ഇരിക്കട്ടെ. എന്ത് പൂജയാണെങ്കിലും മരിച്ചവരെ ഉദ്ദേശിച്ച് പൂജ ഒന്നുമില്ല. അങ്ങനെ പൂജ എന്ന് വെച്ചാൽ എന്താ അവർ വിചാരിക്കുന്നത്? അതിനൊരു നിയമമുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് തെറ്റാണ്. പണ്ടൊരു കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ചുമ്മാ ചില ഷോ മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പ്രാകൃത രീതി അതങ്ങ് മാറി. അതിന് ആചാരമൊന്നുമില്ല, തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രം. അതൊക്കെ മാറി. ഇപ്പം അങ്ങനെയല്ല. മുടിപ്പരകൾ എന്ന് പറഞ്ഞൊരു കാലത്ത്, സത്യം പറഞ്ഞാൽ ഇത് കൃഷി സംബന്ധമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. ഈ ഭാഗത്താണ് മുടിപ്പുര എന്ന് പറയുന്നത്. വടക്കോട്ട് ഇങ്ങനെയല്ല, മറ്റൊരു ചെറിയ അതിന് വേറൊരു പേര് പറയും, ഉദയം പൂജ. വടക്ക് പടയണി യുദ്ധബന്ധമാണ്. അതാണ് പടയണി. ഇത് കൃഷിബന്ധത്തിൽ കൃഷിയെടുപ്പ് കഴിഞ്ഞാൽ അവിടെ താൽക്കാലികമായിട്ട് നമ്മളിവിടെ കളി എങ്ങനെ വെച്ച് പച്ചപ്പന്തൽ ഇതൊക്കെ നടത്തില്ല, ഊരൂട്ട് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു സമ്പ്രദായമാണ് വടക്കെല്ലാം. ആ സമയത്ത് എല്ലാം കൂടെ വെച്ച് ഇതെല്ലാം കൃഷി സംബന്ധമായ ചില ആചാരങ്ങൾ പിന്നെ ഇതായിട്ട് വന്നു. അങ്ങനെയാണ് അതങ്ങ് മാറി. ഇപ്പോൾ നമ്മൾ എല്ലാവരും വൈദിക സമ്പ്രദായത്തിലേക്ക് മാറുന്ന
അതിന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയത് ശങ്കരാചാര്യരായിരിക്കണം. അദ്ദേഹം കുറേ ഈ പ്രാകൃത ആചാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മന്ത്രം വേണം എന്ന് തന്നെ. ഇപ്പോൾ ഇവിടെ മുടിപ്പുരയാണെങ്കിലും അത് മാത്രമല്ല, ഇവിടെ മന്ത്രപുരസ്സരമുള്ള പൂജയല്ലേ, ഇതൊക്കെയുണ്ട്. ഇവിടെയെല്ലാം മന്ത്രപുരസ്സരമുള്ള പൂജയാണ്. അകത്തും തന്ത്രി പൂജയുണ്ട്. അകത്തും തന്ത്രി പൂജയുണ്ട്. അതെ, അത് മന്ത്രത്തോടുകൂടിയല്ലേ പൂജിക്കുന്നത്. അങ്ങനെയാണല്ലോ വേണ്ടത്. ഇപ്പോൾ മറ്റേ ആ അവസ്ഥയങ്ങ് മാറി. അപ്പോൾ സാധാരണ ഒരു ക്ഷേത്രം, ഒരു എന്താണ് മൂലസ്ഥാനത്ത് പൊതുവെ ഒന്നിലധികം ദേവതകളെ വയ്ക്കാം. ഇനി രണ്ടാമത് പറഞ്ഞ ആചാര്യനോ ഇനിയും വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിർത്തി കളയുകയാണ്. പുസ്തകങ്ങളും ആചാരങ്ങളും പറയണം, വായിച്ചു നോക്കാം. കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചു വയ്ക്കണം അവിടെ. എല്ലാവരും ഇത് വായിച്ച് പഠിക്കട്ടെ. ഒന്നിലധികം ദേവതകളെ ഇരുത്തില്ല. അവിടെ ശിവനെ മാത്രം വെച്ചു. എന്തിനാ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ മതിയായിരുന്നല്ലേ? അങ്ങനെ കൂടെ ഇതിനകത്ത് പിടിച്ച് വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരു ദേവതയെ വയ്ക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ ഇതല്ല. അതിനൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം എല്ലാവരും അറിയണം. ഇവിടെ എഴുതിയിട്ട് ശിവൻ എന്നിട്ട് എഴുതിയെടുക്കും. ദക്ഷിണാമൂർത്തി. ആ പറ്റിയ ആളാണ്. ഇങ്ങനെ ആരാന്നറിയാമോ? ദക്ഷിണാമൂർത്തി. സംഗീതം അല്ലേ? ആ, നേരം വലിയ ശിവഭക്തനായിരുന്നു ഈ ദക്ഷിണാമൂർത്തി. അറിവിൻ്റെ ആളാണ്, വിജ്ഞാനം, അതിൻ്റെ ആളാണ് ദക്ഷിണാമൂർത്തി. അങ്ങനെ ഇവിടെ ഇരുന്നിട്ടും നമുക്ക് ആർക്കും വിജ്ഞാനം പോരാ എന്നാണ് കുട്ടി പറഞ്ഞത്. കുട്ടി ഒരു പ്രഥമാനീയത എടുത്തുണ്ടോ? എന്തായിരുന്നു കണ്ടല്ലോ ആദ്യം ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഒരു സാധനമുണ്ട്, പുസ്തകം, ഗ്രന്ഥം. ഇതാണ് പ്രധാനം. ഇവിടെ അറിവില്ലായ്മയുണ്ട് എന്നാണ് സൂചന. അതിനാണല്ലോ ഗ്രന്ഥം, അതിനാണല്ലോ അറിവ് പകർന്നു കൊടുക്കാനാണ്. അതാണ് ആ ലക്ഷണം പറയുന്നത്. അതിന് പറ്റിയ ആളെ ഇവിടെ ഇരിക്കുന്നത്. ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. ഈ ജ്യോതിഷത്തിനും അങ്ങനെ തന്നെ സങ്കല്പം. ആ, അവിടെ വർഷത്തിന്റെ ചവിട്ടിൽ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന എന്താ ചെയ്യണമെന്നറിയാമോ? യോഗത്തിൽ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ്. ദദതം ഋഷിഗണേ ജ്ഞാനം. ഋഷിഗണങ്ങൾക്ക് ജ്ഞാനം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരെല്ലാം അങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഋഷികൾക്ക് ഇങ്ങനെ ജ്ഞാനം പകർന്നുകൊണ്ടിരിക്കുന്നു. മൗനമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ദക്ഷിണാമൂർത്തി, ജ്ഞാനത്തിൻ്റെ മൂർത്തി. ഒരിടത്ത് അജ്ഞാനത്തിൻ്റെ മറ്റൊരു. ഇതാണ്. അതുകൊണ്ട് ഇത്തരം പ്രേതബന്ധങ്ങളെല്ലാം യാതൊരു സംശയവുമില്ല മാറ്റിക്കളയേണ്ടതാണ്. മാറ്റിക്കളയുക എന്നൊക്കെ എന്താ? നമ്മൾ കൊണ്ടുവന്നതല്ല. ഇനി എങ്ങനെ മാറ്റും? ചിലപ്പോൾ അങ്ങനെയാണ്. വാങ്ങിച്ചു പോയി, ഇനി എന്തു ചെയ്യും? വലിച്ചെറിഞ്ഞാൽ മതിയോ? പോരാ. നമ്മൾ വെച്ച് ആരാധിച്ചവർ അതിനെ ഒരു ചൈതന്യം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ചൈതന്യം. ഇത് തമിഴ്നാട്. വേറൊരു കാര്യം കൂടെ പറയാനുള്ള ഈ ബ്രഹ്മരക്ഷനെ പറ്റി. ഇവിടെ ഷഷ്ടിവ്രതം ഇല്ലേ? അപ്പോൾ ഈ സ്കന്ധഷഷ്ടി കവചം മിക്കവർക്കും അറിയാമല്ലോ. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്. രണ്ടിലും പറഞ്ഞിട്ടുണ്ട് ഈ ബ്രഹ്മരക്ഷസിന്റെ ഒരു പരിപാടി. അതെ, പെൺകളയിൽ തുടരും ബ്രഹ്മരാക്ഷസരും. ഇത് കേട്ടാൽ ഓടിപ്പോട്ടെ. ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവിടെ ഒന്ന് തൊഴുന്നത്. അതെ, ഇവിടെ തമിഴ്നാട്ടിൽ ചേർന്ന ഭാഗമാണ്. അല്ല, ഇപ്പൊ രണ്ടാചാരമുള്ളതാണ്. തമിഴ്നാടല്ല അല്ലേ? തമിഴ്നാട് തന്നെയാണെങ്കിൽ രണ്ടാചാരമുള്ളതാണ് ശരിക്കും. എഴുത്തുകൂത്തിലെ തമിഴ്നാട്ടിലും അറിയാം. മലയാളികൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബ്രഹ്മരക്ഷന്റെ ഉൽപ്പത്തി. അങ്ങനെയാണ് അന്യരുടെ ഭാര്യമാരെ തെറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ പുറകെ പോയാൽ അത് പുറകെ വരുമെന്നാണ് പറയുന്നത്. എന്താണ് സുബ്രഹ്മണ്യന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവനൊക്കെ ഓടിക്കോട്ടെ. ദുഷ്ടശക്തി. ഇതൊക്കെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊന്നെടുത്ത് കാണിച്ചു തരുമ്പോഴേ അത് മനസ്സിലാവും.
അതുകൊണ്ട് ഇതിനെ ഇനി മാറ്റിക്കളയാൻ ചെയ്യും. അല്ല സാർ, ഈ പൂജ അവർ ചെയ്യുന്ന കർമ്മത്തിന് മുമ്പേ ആദ്യം ചെയ്യുന്ന അതല്ലേ? ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു. വേണ്ട വേണ്ട please. ഇതില് ഇവിടെ ഏറ്റവും കടുത്ത ദോഷമായിട്ട് നിൽക്കുന്ന ഈ ലഗ്നത്തിന് ആ ദോഷത്തെ കൊടുക്കണം. അതിൻ്റെ പുറകിൽ ചൊവ്വയും കൂടി വരും. ഒരു രാശിയുടെ പുറകിൽ അതിൻ്റെ മുൻവശം അടുത്ത രാശി ശനി, ഇരുവശമായി ശനി. ദൃഷ്ടി സൂര്യൻ്റെ ബുധൻ നീചനായിട്ട് സൂര്യൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ പാവനായിട്ടാണ്. അധിപനാണോ? ജഗദീഷ് 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 പോയി. വേണ്ട ഉണ്ടുണ്ട് വെള്ളമുണ്ടല്ല. ഈ പാപബന്ധം മാത്രമുള്ള ഒരു ലഗ്നമായി അതെ. അതിൻ്റെ രണ്ട് വശത്തും പാപഗ്രഹങ്ങൾ നിന്നാൽ കാര്യം പറയും. സാധാരണ എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ കാണും. ഉദയലഗ്നത്തെ അഭിലഷിച്ചുകൊണ്ടൊരു പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ ശുഭദൃഷ്ടിയില്ലെങ്കിൽ മരണയോഗം സൂചിപ്പിക്കുന്ന ഒരു ലഗ്നം. അഭിലഷദ്ഭി ഉദയർഷം അസദ്ഭി മരണമേതി ശുഭദൃഷ്ടി മയാതെ. ശുഭദൃഷ്ടിയില്ല, അഭിലഷിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ചിലർ പറയും എന്ന് വെച്ചാൽ അങ്ങോട്ട് കയറാനായിട്ട് 12 നിൽക്കുന്ന ഗ്രഹം നേരെ ഗതി ആണെങ്കിലാണ് അഭിലഷിച്ചുകൊണ്ട് നിൽക്കുക. ഇത് വക്രമായിട്ട്, അതുകൊണ്ട് അഭിലഷത്തിലല്ല, ആണ് 2 നിൽക്കുന്നയാളും പുറകോട്ടാണ് വരുന്നത്. അപ്പോൾ അയാൾ അഭിലഷിക്കും. എങ്ങനെ നോക്കുകയാണെങ്കിലും ഈ ലഗ്നം മരണദോഷത്തെ സൂചിപ്പിക്കും. നമ്മുടെ മനസ്സിനകത്തെല്ലാം നിൽക്കുന്നത് ആ മരണമാണ്. ആ ഒന്നല്ല, അതിന് മുമ്പുണ്ട്. 1, 2 പഞ്ചാംഗം എടുത്ത് നോക്കിയാൽ അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എൻ്റെ വലതേ പേജിൽ ചില പ്രത്യേക യോഗങ്ങളൊക്കെയുണ്ട്, നല്ലതും ചീത്തയുമായിട്ട്. ആ യോഗങ്ങളുടെ കൂടെ കാണാം ഈ ദിവസം വന്ന ദിവസം മൃത്യുയോഗം ഉള്ള ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും ചെയ്യില്ല. അടുത്ത അത് മൃത്യുയോഗത്തിന്റെ പാട്ടുരാശിയാണ്. മൃത്യുയോഗമുള്ള ദിവസത്തിന്റെ പാട്ടുരാശി. 3ാമത് ഒരെണ്ണം കൂടി, യമകണ്ഠക യോഗം എന്നൊരു സാധനം. അർക്കേ മഖ വിശ അനിരുമാണ് ശാഖ. ഇന്ന് രാവിലെ ഈ മൃത്യുയോഗത്തോടൊപ്പം തന്നെ വിശാഖവും തിങ്കളാഴ്ച. അങ്ങനെ വരുമ്പോൾ യമകണ്ഠക യോഗം ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇതിന് മുമ്പേ കഴിഞ്ഞു. ഈ 2 യോഗം മൃത്യുയോഗം രാവിലെ ആണെങ്കിലേ സ്വീകാര്യമുള്ളൂ, വൈകുന്നേരം നോക്കണ്ടെന്നൊക്കെ പറയും. എന്നാണെങ്കിലും ഉള്ള ദിവസമാണ്. ആ ദിവസത്തിൽ ഈ മൃത്യുയോഗം 2 തരത്തിൽ, വിശാഖവും ചന്ദ്രനും കൂടെ കൂടിയ ദിവസമായിരുന്നു രാവിലെ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് അനിലം കയറി. അങ്ങനെ വന്ന ദിവസമായപ്പോഴും അതിൻ്റെ ഫലം ഇത് തന്നെ. അർക്കേ മഖ അവസാനം പറയുന്നത് സർവകാര്യ വിനാശകം. എല്ലാ കാര്യത്തിനും ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സമുണ്ടാകും. അത് അവിടെ തന്നെ. ഇങ്ങനെ പാപൻ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന രാശി, ശുഭദൃഷ്ടി ഇല്ലാത്ത രാശി, അതിന്റെ 12 ചൊവ്വയും കൊള്ളിക്കും. മൊത്തത്തിൽ വികലമായിട്ട് കിടക്കുന്ന, എല്ലാം ദുഷിച്ച് കിടക്കുന്ന. ശരി, സംബന്ധിച്ചു എല്ലാം ദോഷമാണ്. ദോഷം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. നോക്കാം നമുക്ക് വല്ല ഗുണം ഉണ്ടാവുമോ. ഇപ്പോൾ ഗുണമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഇങ്ങനെ കിടക്കും. അതിന് നമ്മൾ നല്ലത് മാത്രം ഉണ്ടെങ്കിൽ പെറുക്കിയെടുക്കുക, ചീത്തയോ കളയുക, അതാണ് വേണ്ടത്. ഇവിടെ ദേവതകൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പെറുക്കിയെടുക്കുന്നു. ദക്ഷിണാമൂർത്തി ഏറ്റവും ശ്രേഷ്ഠം, നല്ലതാണ്. ഗണപതി, ഭദ്രകാളി ഒക്കെ നല്ലതാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ കളയണം. യാതൊരു ദാക്ഷിണ്യമില്ല. അതെ, അഴുക്ക് പിടിച്ച് കിടക്കുക. അഴുക്കെല്ലാം കളഞ്ഞാൽ എനിക്കൊന്ന് എടുക്കേണ്ടി വരും. അതിന് വേണ്ട ചാർജും കൊടുക്കേണ്ടി വരും. ചാർജ് നഷ്ടപ്പെട്ടാൽ. ഇപ്പം ചാർജ് നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ 2ാമത് ചാർജ് കൊടുക്കേണ്ടത്. സാധാരണ ഒരു ലഗ്നത്തിന് ആ വന്ന സമയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലഗ്നം
അതിന് ശുഭത്വം വരണമെങ്കിൽ ചില നിയമങ്ങൾ, ശുഭൻ്റെത് ദൈവാധീനം ഉണ്ടാകുക, സൗമ്യാനാമുദയം, ശുഭഗ്രഹങ്ങൾ അവിടെ നിൽക്കണം, ഇല്ല. ദൃഷ്ടി ഇല്ല. അമരാചാര്യ സ്ഥിതിശേപ്സിതേ ഭാവേ, അമരാചാര്യം എന്ന് വെച്ചാൽ വ്യാഴം. വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കണം, കറക്റ്റായിട്ട് അനിഷ്ടസ്ഥാനത്ത് ബാധയായിട്ട് നിൽക്കണം. പദകാധിപത്യം വഹിച്ച അനിഷ്ടസ്ഥിതി. പാതകാധിപൻ 8 ദേവകോപത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിൽക്കുക. ഭദ്രകാളിയുടെ ദേവകോപം സൂചിപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യാഴം. ഈ ലഗ്നവുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഇഷ്ടസ്ഥിതി വന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ദേവസ്യതേനുഗ്രഹം ബ്രൂയു പാപദൃഗാന്വയെ അനഭിമതസ്ഥാനസ്ഥ സർവേ ഗ്രഹ കോപം സ അശുഭഭാവഹേതുകം. ആ അശുഭന്മാർ നിൽക്കുന്ന സ്ഥലത്തെ അവിടെ ആ ഭാവമേതോ ആ ഭാവസംബന്ധമായ ദേവകോപം, ദേവൻ കോപിച്ചു. ഒരു ചോദ്യം, അല്ല ദേവന്മാരിങ്ങനെ കോപിച്ചുണ്ടോ? കോപിച്ച ദേവനാണോ? അല്ല. ഇനി എന്താ ദേവകോപം എന്ന് വെച്ചാൽ ദേവോചിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കും. അതാണ് ദൈവത്തിന് കോപമൊന്നുമില്ല. അല്ല ദേവന് കോപമൊന്നുമില്ല. കോപിച്ച ദൈവമല്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ദേവോചിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുന്നു എന്നാണ്. ആര്? ജനങ്ങളും കഴിച്ചില്ല, പരിജനങ്ങളും തെറ്റില്ല. ആചാര്യനിലേക്ക് വരും. ഏറ്റവും ദോഷപ്പെട്ട് നിൽക്കുന്നത് ആചാര്യഭാവം. അദ്ദേഹത്തിന് ദോഷം. ചൊവ്വയും ഗുളികനും കൂടിയാണ് 12 നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആചാര്യനായിരിക്കുമ്പോൾ അങ്ങർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങർക്കും ദോഷമുണ്ട്. അപ്പോൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ കാരണം എന്താണെന്നറിയാം? ദേവചൈതന്യം നിലനിർത്തുക എന്നുള്ളതിൽ ആദ്യം പറയുന്ന കാര്യം അങ്ങനെയാണ് റെസ്പോൺസിബിൾ. അപ്പൊ അദ്ദേഹത്തിനൊരു ദോഷം കാണും. ആർക്കും ദോഷം ഉണ്ടാവാൻ പാടില്ല. ജനങ്ങൾക്ക് ദോഷം ഉണ്ടാവും, നമുക്ക് ദോഷം ഉണ്ടാവും, പ്രശ്നം വയ്ക്കുന്നവർക്ക് വരും, നാട്ടുകാർക്ക് വരും, അയൽവക്കക്കാർക്ക് വരും, ആർക്കും ദോഷം വരും. ദോഷങ്ങൾ നമുക്കില്ലാതെയാക്കും. ജനങ്ങൾക്ക് ദോഷം ഉണ്ട്. ഇതെല്ലാം അവരുടെ തലയിലല്ലേ കയറി വന്നു. ഇനി ഒന്ന് 12 അതേമാതിരി കടുത്ത ദോഷം, ചൊവ്വയും ഗുളികനും കൂടി 12 നിൽക്കുകയും അതിന്റെ അധിപൻ വന്നിട്ട് ബാധാസ്ഥാനം നിൽക്കുകയും ചെയ്യാൻ അദ്ദേഹം അപമൃത്യു സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് ദോഷം. അത് ഈ ദേവാലയത്തില് ഇതുകൊണ്ട് അങ്ങനത്തെ ദോഷം വരുമെന്ന് വെച്ചാൽ അത് പാടില്ലല്ലോ. എന്തായാലും അതുകൊണ്ട് തീർച്ചയായും ഇത്തരം ബന്ധങ്ങളെ ഇന്ന് മാറ്റണം. ഈ അശുചിത്വം ആദ്യം എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഈ ഉത്സവ സംബന്ധമായ സമയത്തല്ലേ അവിടെ മൃതി നടന്നത്? അല്ലെ? ക്ഷേത്രത്തിൽ മൃതി ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ശുദ്ധീകരണങ്ങൾ ചെയ്തതായിട്ട് ഇവിടെ കാണാൻ എല്ലാം ദോഷം. അത് വരുന്നു പരിചയങ്ങളെ പറ്റി പറയാം. ഇത് ഉടൻ ചെയ്യേണ്ട കാര്യമല്ല. അതാണ് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 5:20 വരാൻ. ഈ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ശനിയുടെ ദൃഷ്ടിയും വരണം. 4 എന്ന് പറയണത് ഇരിപ്പിടം, ക്ഷേത്രപ്രദേശമല്ല, ഭൂമി ഒക്കെയാണ്. അതും ഒരുപാട് ഭൂമി ഉണ്ടായിരിക്കണം. പക്ഷേ എങ്കിലും അതിനോടൊപ്പം തന്നെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ കൈവശം ഇല്ലാത്ത ഭൂമിയാണെന്നാണ്. നഷ്ടപ്പെട്ടു പോയി. ഭൂമി സംബന്ധ നഷ്ടപ്പെട്ടിട്ടില്ല. ശനിയുടെ ദൃശ്യം ശനിയുടെ ദൃശ്യം 4ലേക്ക് മാത്രമല്ല 4-ാം ഭാവത്തിക്കും ഇല്ല, കുറഞ്ഞു എന്നാണ്. കുറഞ്ഞിട്ടുണ്ടെന്നാണ്. അല്ല, അത് വാങ്ങിച്ചത് ദേവന്റെ ഒറിജിനൽ അത്
ആരുടെ കയ്യിലായിരിക്കും. ഇപ്പം ഭൂമിയൊന്നും പോകില്ല. അത് അങ്ങനെയാണ്. 4-ാം ഭാവപതിയാണ് ബാധകാധിപത്യം വഹിച്ച് എട്ടിൽ നിൽക്കുന്നതും. ഇനി ഒന്നുകൂടെയാണ് ആ അഷ്ടമഭാവത്തിൻ്റെ വ്യാഴം നിൽക്കുകയും അവിടെ ഒരു ശനി ദൃഷ്ടി വരികയും കൂടെ ചെയ്താൽ ഉന്മാദം തന്നെ ഉണ്ടാകും. പരിജനങ്ങൾ ഉന്മത്തരായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള പരിജനങ്ങളിലും ഉണ്ടായിരുന്നു. പരിജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവ സംബന്ധമായിട്ട് ഉണ്ടായപ്പോൾ അതിനകത്തും ഇത് കുറെ വീശി നടപ്പുന്നുണ്ടായിരിക്കണം. അത് തന്നെ ഉള്ളൂ. അതാണ് ഉന്മാദം എന്ന് പറഞ്ഞത്. അതിന്റെ ഫലമാക്കി ഇങ്ങനെയൊക്കെ വരുന്നത്. അതിന്റെ ഒരു ദോഷം കൂടെ ഉണ്ട്, ഉന്മത്തത, പ്രകടമായ ഒരു ദോഷം. 3-ലും നിൽക്കുന്നത് ചന്ദ്രനും രാഹുവും